ഹലോ ഫ്രണ്ട്സ്, ഐ എം നിഷ ഫ്രം നിസാസ് കിച്ചൺ. വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ റെസിപ്പി ഒരു ബീഫ് ഫ്രൈ ആണ്. നാടൻ കള്ളുഷാപ്പിലൊക്കെ കിട്ടുന്ന ഒരു അടിപൊളി ബീഫ് ഫ്രൈ ആണിത്. ഈ വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. റെഗുലറായിട്ട് അപ്ഡേറ്റ്സിന് വേണ്ടിയിട്ട് മറക്കാതെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. ആവശ്യമായ ഇൻഗ്രീഡിയൻസ്: ബീഫ് 1 കിലോ, കുറച്ച് വലിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുക. സവോള 2 എണ്ണം മീഡിയം സൈസ് നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞെടുത്തത്. ചെറിയ ഉള്ളി 25 എണ്ണം രണ്ടായിട്ട് അരിഞ്ഞത്. ഒരു വലിയ കഷ്ണം ഇഞ്ചി നന്നായിട്ട് ചതച്ചെടുത്തത്. 8 അല്ലി വെളുത്തുള്ളി നന്നായിട്ട് ചതച്ചെടുത്തത്. പച്ചമുളക് 3 എണ്ണം രണ്ടായിട്ട് നടുവേ കീറിയത്. കുറച്ച് കറിവേപ്പില. ഹോട്ട് ചില്ലി പൗഡർ 1 ടേബിൾ സ്പൂൺ. മല്ലിപ്പൊടി 2 ടേബിൾ സ്പൂൺ. മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ. ക്രഷ് ചെയ്ത കുരുമുളക് 3 ടീസ്പൂൺ. ക്രഷ് ചെയ്ത പെരുംജീരകം 1 ടീസ്പൂൺ. കുറച്ച് തേങ്ങാക്കൊത്ത്. ഗരം മസാല 1/2 ടീസ്പൂൺ. മീറ്റ് മസാല 1 ടീസ്പൂൺ. ഒരു ചെറിയ ബീറ്റ്റൂട്ട് തൊലി കളഞ്ഞ് നീളത്തിൽ കനം കുറച്ചരിഞ്ഞത്. വെളിച്ചെണ്ണ ആവശ്യത്തിന്. ഉപ്പ് ആവശ്യത്തിന്. ഇനി പ്രിപ്പറേഷൻ നോക്കാം. ബീഫ് നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം കുറച്ച് വലിയ പീസായിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ഇതൊരു 2-3 ടേബിൾ സ്പൂണ് വിനാഗിരി ഒഴിച്ച വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ബീഫ് ആദ്യം നമുക്ക് കുക്ക് ചെയ്ത ശേഷമാണ് ആവശ്യമുള്ള അളവിൽ കട്ട് ചെയ്തെടുക്കേണ്ടത്. വിനാഗിരിയിൽ നമ്മൾ കഴുകിയെടുക്കുമ്പോൾ ഒട്ടും പൊടിഞ്ഞു പോകത്തുമില്ല. ബീഫ് നമുക്ക് നല്ല ഫ്രഷ് ആയിട്ട് കിട്ടുകയും ചെയ്യും. അരമണിക്കൂർ വിനാഗിരി ഒഴിച്ച വെള്ളത്തിൽ സോക്ക് ചെയ്ത ശേഷം ഞാനിപ്പോൾ വെള്ളം ഡ്രെയിൻ ചെയ്ത് ബീഫ് ഒരു ബൗളിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ മീറ്റ് മസാല ചേർക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇത് മൂന്നും കൂടെ ബീഫിലോട്ട് കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് തിരുമ്മി പിടിപ്പിക്കണം. അതിനുശേഷം വേണം കുക്കറിൽ വെച്ച് ഇത് വേവിച്ചെടുക്കാനായിട്ട്. വെന്ത ശേഷം വേണം ബീഫ് നമുക്ക് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാൻ. മസാലയും ഉപ്പും മഞ്ഞൾപ്പൊടിയും നന്നായിട്ട് തിരുമ്മി പിടിപ്പിച്ച ബീഫ് ഞാനിപ്പോൾ ഒരു കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലോട്ട് ഒട്ടും വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. നമുക്കിതിനെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. വേവിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ബീഫ് നന്നായിട്ട് വെന്ത് വരുകയും വേണം. എന്നാൽ ഒരുപാട് വെന്ത് ഇത് ഒരു പൊടിഞ്ഞു പോകുന്ന പരുവത്തിൽ വേവിക്കരുത്. ബീഫിൻ്റെ മൂപ്പ് അനുസരിച്ച് അതിൻ്റെ വേവിന് വ്യത്യാസം വരും. അത് അഡ്ജസ്റ്റ് ചെയ്ത് കുക്ക് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ തൽക്കാലം ആദ്യം ഒരു 4 വിസിൽ അടുപ്പിച്ചെടുക്കാൻ പോവാണ്. ബീഫ് ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഒരു 4 വിസിൽ വന്നപ്പോഴേക്കിനും ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കിയെങ്കിലും കുറച്ചുകൂടെ വേവാൻ ബാക്കിയുണ്ടായിരുന്നതുകൊണ്ട് ഞാൻ ഒരു വിസിലും കൂടെ അടുപ്പിച്ചെടുത്തു. അപ്പോൾ ടോട്ടൽ 5 വിസിൽ. ഇപ്പോൾ ബീഫ് വെന്ത് വന്നപ്പോഴേക്കിനും ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കുറേ വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് ഈ ബീഫിൻ്റെ സ്റ്റോക്ക് സെപ്പറേറ്റ് ആക്കി എടുക്കണം. അതിന് ശേഷം ഈ വെന്ത ബീഫ് കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ നമ്മൾ കുക്ക് ചെയ്തെടുത്ത ബീഫ് അതിൻ്റെ സ്റ്റോക്ക് സെപ്പറേറ്റ് ചെയ്ത ശേഷം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ബീഫ് ഇതുപോലെ നീളത്തിൽ കനം കുറച്ച് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഈ ബീഫ് കട്ട് ചെയ്തെടുക്കുന്നതിലാണ് ഈ ഫ്രൈയുടെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. ഇതുപോലെ മാക്സിമം കനം കുറച്ച് കട്ട് ചെയ്തെടുക്കുക. വിനാഗിരിയിൽ വാഷ് ചെയ്തെടുത്താൽ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുമ്പോൾ ബീഫ് പൊടിഞ്ഞു പോകത്തില്ല. അതുപോലെ കുക്ക് ചെയ്യുമ്പോഴും ബീഫ് ഓവർ കുക്ക് ആകാതെ ശ്രദ്ധിക്കുക. ഈ ബീഫിൻ്റെ സ്റ്റോക്ക് നമ്മൾ കളയാൻ പാടില്ല. കുക്ക് ചെയ്യുമ്പോൾ അത് ആവശ്യമുണ്ട്. ഞാനതുകൊണ്ട് ഇത് സെപ്പറേറ്റ് ആക്കി ഒരു പാത്രത്തിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബീഫ് ഫ്രൈ ആക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ അതിനായിട്ട് നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാനിൽ 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ നന്നായി ചൂടായ ശേഷം നമുക്കിതിലോട്ട് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാം. നമുക്ക് ഈ തേങ്ങാക്കൊത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ജസ്റ്റ് ഒരു 3-4 മിനിറ്റ് ഇതൊന്ന് സോഫ്റ്റായിട്ട് വരുന്നത് വരെ ആദ്യമേ ഇതിനെ ഒന്ന് വഴറ്റാം. ഇപ്പോൾ ഇതൊന്ന് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതിൻ്റെ കളറ് ഒന്ന് ലൈറ്റായിട്ട് ചേഞ്ചായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കാം. ഇനി ഇതിലോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും ചെറിയ ഉള്ളിയും ചേർക്കാം. ചെറിയ ഉള്ളി ഞാനൊരു 25 എണ്ണം എടുത്തിട്ടുണ്ട്. ചെറിയ ഉള്ളി കൂടുതൽ ചേർക്കുന്നത് അത്രയും ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇതിലോട്ട് സവാള ചേർക്കാം. സവാള 2 എണ്ണം മീഡിയം സൈസ് ചേർത്താൽ മതി. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഉപ്പ് കുറച്ച് ചേർത്താൽ മതി. നമ്മൾ ഓൾറെഡി ബീഫിൽ ഉപ്പ് ചേർത്താണ് വേവിച്ച് വെച്ചിരിക്കുന്നത്. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. വിട്ട് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കണം. ഇത് നന്നായിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വരുന്നത് വരെ നമുക്ക് വഴറ്റാം.
ഞാനിപ്പോൾ ഇത് ഹൈ ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത്. ഒന്ന് സോഫ്റ്റായി വരുമ്പോഴേക്കിനും ഇത് ലോ ഹീറ്റിലേക്ക് ഇട്ടിട്ട് വേണം ബാക്കി വഴറ്റിയെടുക്കാൻ. ഇപ്പോൾ സവാളയെല്ലാം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ട് മൊരിഞ്ഞ് വരണം. ഇനി തീ നന്നായിട്ട് കുറച്ച് വെച്ച് കൊടുക്കാം. അടുത്തായിട്ട് പൊടികൾ ചേർക്കാൻ പോവാണ്. പൊടികൾ ചേർക്കുമ്പോൾ ചൂട് കൂടുതലാണെങ്കിൽ കരിഞ്ഞു പോകും. ഇനി ഇതിലോട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 1 ടേബിൾ സ്പൂൺ ഹോട്ട് ചില്ലി പൗഡർ ചേർക്കാം. ഇനി 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. മുളക് പൊടി ചേർക്കുന്നതിൻ്റെ ഇരട്ടിയായിരിക്കണം മല്ലിപ്പൊടിയുടെ അളവ്. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ പെരിഞ്ജീരകം ചതച്ചത് ചേർക്കാം. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റണം. ഒരു 4-5 മിനിറ്റ് ഇതിനെ ലോ ഹീറ്റിലിട്ടിട്ട് നന്നായിട്ട് വഴറ്റി ഈ പൊടികളുടെ ഒരു പച്ചക്കുത്തൊക്കെ മാറി വരണം. ഇപ്പോൾ മസാലപ്പൊടികളൊക്കെ എണ്ണയിൽ കിടന്ന് നന്നായിട്ട് മൂത്ത് ഇതിൻ്റെ ഒരു പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. മസാല നന്നായിട്ട് മൂത്ത ഒരു സ്മെല്ല് കിട്ടുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുക്ക് ചെയ്ത് സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫ് ഇട്ട് കൊടുക്കാം. ബീഫിൻ്റെ സ്റ്റോക്കും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യണം. ഇനി ഇത് മീഡിയം ഹീറ്റിലേക്ക് മാറ്റാം. നന്നായിട്ട് മിക്സ് ചെയ്യണം. നമുക്കിനി ഇതിനെ മൂടി വെച്ച് കുറച്ച് സമയം ഒന്ന് കുക്ക് ചെയ്യണം. ഈ ബീഫിൻ്റെ സ്റ്റോക്കിനുള്ളിലെ മസാലയൊക്കെ ഈ ബീഫിലേക്ക് നന്നായിട്ട് പിടിച്ച് വരാൻ വേണ്ടിയിട്ടാണ്. ഞാനിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഇതിനെ മൂടി വെച്ചിട്ട് അധികം സമയമൊന്നും വേണ്ട, ഒരു 5-6 മിനിറ്റ് മീഡിയം ഹീറ്റിൽ വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്യാം. ഇപ്പോൾ ഒരു 5-6 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിതിനെ വീണ്ടും ഇളക്കിയിട്ട് കൊടുക്കാം. ഇനി മീഡിയം ഹീറ്റിൽ തന്നെ ഇട്ടിട്ട് ഈ ബീഫിൻ്റെ ഉള്ളിലെ ഈ വെള്ളം, അതായത് ബീഫിൻ്റെ സ്റ്റോക്ക് നന്നായിട്ട് വറ്റിച്ചെടുക്കണം. വിട്ട് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കണം. ഇനി ഇതിലോട്ട് നമുക്ക് ഒരു 3 പച്ചമുളക് 2ആയിട്ട് കീറിയത് ഇട്ട് കൊടുക്കാം. കുറച്ചുകൂടെ കറിവേപ്പില ചേർക്കാം. കറിവേപ്പില കുറച്ച് കൂടുതൽ ചേർക്കുന്നത് വളരെ നന്നായിരിക്കും. പിന്നെ ഇതിലേക്ക് 1.5 ടീസ്പൂൺ ഗരം മസാല ചേർക്കാം. ഗരം മസാല ഞാൻ വീട്ടിൽ പൊടിച്ച ഗരം മസാലയാണ് ചേർക്കുന്നത്. അതിൻ്റെ റെസിപ്പി ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ ക്രഷ് ചെയ്ത കുരുമുളകും കൂടെ ചേർക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. ക്രഷ് ചെയ്ത കുരുമുളക് നമുക്കൊരു 2-3 ടീസ്പൂൺ, ചെറിയ സ്പൂൺ മതി, 2-3 ടീസ്പൂൺ ചേർക്കേണ്ടി വരും. അത് ഓരോ പ്രാവശ്യമായിട്ട് ഇത് ഡ്രൈ ആയിട്ട് വരുന്ന അനുസരിച്ച്, ഇതിൻ്റെ വെള്ളം വറ്റി വരുന്ന അനുസരിച്ച് ഓരോരോ ചെറിയ സ്പൂൺ ചേർത്ത് വേണം മിക്സാക്കി എടുക്കാനായിട്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലെ എക്സ്ട്രാ വെള്ളമൊക്കെ ഒന്ന് വറ്റി ഇത് ഡ്രൈ ആയിട്ട് വരുന്നത് വരെ വിട്ട് മിക്സ് ചെയ്തെടുത്തുകൊണ്ട് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിലെ എക്സ്ട്രാ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമുക്ക് ഇതിലോട്ട് ചേർക്കേണ്ടത് കുറച്ച് ബീറ്റ്റൂട്ട് നീളത്തിൽ അരിഞ്ഞതാണ്. ഈ റെസിപ്പിയുടെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ബീറ്റ്റൂട്ട് പീസസാണ്. നമ്മളിത് ചേർക്കുന്നത് ഒരു പ്രത്യേക കളറ് നമ്മുടെ ഈ ബീഫ് ഫ്രൈക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. കാരണം നമ്മൾ കുരുമുളക് പൊടിയും അതുപോലെ മല്ലിപ്പൊടിയുമാണ് ഇതിൽ കൂടുതൽ ചേർത്തിരിക്കുന്നത്. മുളക് പൊടി കുറവാണ്. അപ്പോൾ മുളക് പൊടി നമ്മൾ കുറച്ചിട്ട് മല്ലിപ്പൊടി കൂടുതൽ ചേർത്ത് കുരുമുളക് ഇട്ട് വരട്ടുമ്പോഴാണ് ശരിക്കും ബീഫ് ഫ്രൈക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ ആ ഒരു റെഡ് കളർ മിസ്സാവാതിരിക്കാനായിട്ട് നമ്മൾ ഈ ബീറ്റ്റൂട്ട് ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കുമ്പോൾ നമ്മുടെ ബീഫ് ഫ്രൈക്ക് നല്ലൊരു റെഡ് കളർ കിട്ടുകയും ചെയ്യും. ടേസ്റ്റും വളരെ നല്ലതായിരിക്കും. അപ്പോൾ ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്തു. ഇനി അടുത്തായിട്ട് നമുക്ക് ഇതിലോട്ട് കുറച്ചും കൂടെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. കഴിയുന്നതും ഈ ബീഫ് ഫ്രൈ വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യുക. വെളിച്ചെണ്ണയൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് കൂടുതൽ ഒഴിക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഈ ബീറ്റ്റൂട്ട് ഒന്ന് കുക്കായി വരണം. അതുപോലെ തന്നെ ഈ ബീഫിൻ്റെ ഉള്ളിൽ കുറച്ചും കൂടെ ഒരു വെള്ളമുണ്ട്. അതൊന്നും കൂടെ ഒന്ന് ഡ്രൈ ആയിട്ട് വരുന്നത് വരെ നമുക്കിതിനെ ഫ്രൈ ചെയ്യാം. ശ്രദ്ധിക്കേണ്ട കാര്യം വിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കണം, ചുവട്ടിൽ പിടിക്കാതിരിക്കാനായിട്ട്.
ഇപ്പോൾ ഒരു 6-7 മിനിറ്റ് ഞാൻ മീഡിയം ഹീറ്റിൽ ഇതിനെ ഫ്രൈ ചെയ്തു. ബീറ്റ്റൂട്ടിൻ്റെ നല്ലൊരു കളർ ഇപ്പം നമ്മുടെ ബീഫ് ഫ്രൈക്ക് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ എക്സ്ട്രാ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ബീഫ് ഫ്രൈ കഴിക്കുമ്പോൾ ഈ ബീറ്റ്റൂട്ട് കടിക്കുന്നത് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ കുക്കിംഗ് കഴിഞ്ഞ ശേഷം ഈ ബീറ്റ്റൂട്ടിൻ്റെ പീസ് പെറുക്കി മാറ്റി വെച്ചാൽ മതി. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ക്രഷ് ചെയ്ത കുരുമുളക് കൂടെ ഇട്ട് കൊടുക്കാം. കുരുമുളക് നമ്മളുടെ എരിവിനനുസരിച്ച് ചേർക്കാം. നമ്മൾ എരിവിനായിട്ട് ഇതിലേക്ക് മുളക് പൊടി ആകെ 1 ടേബിൾ സ്പൂൺ മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇനി ഇതിലോട്ട് കുറച്ചുകൂടെ കറിവേപ്പില ഇട്ട് കൊടുക്കാം. വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നാട്ടിലൊക്കെ ഉള്ളവർ ഇത് വിറകടുപ്പിൽ ഉരുളിയിൽ ചെയ്തെടുക്കുക. അങ്ങനെ ചെയ്യുമ്പോഴാണ് ശരിക്കും നമ്മുടെ ബീഫ് ഫ്രൈക്ക് ആ ഒരു കറക്റ്റായിട്ടുള്ളൊരു ടേസ്റ്റ് കിട്ടുന്നത്. അങ്ങനെ നമ്മുടെ ഷാപ്പിലെ സ്പെഷ്യൽ ബീഫ് ഫ്രൈ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. നമുക്കിനി ഇതിനെ അടുപ്പിൽ നിന്ന് വാങ്ങാം. ഇതിൽ കൂടുതൽ മൊരിയിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഈ ഫ്രൈയുടെ ഒരു റെസിപ്പി അനുസരിച്ച് ഇത് ഇത്രയും ഫ്രൈ ആയാൽ മതി. ഒരുപാട് ഡ്രൈ ആക്കി എടുക്കേണ്ട ആവശ്യമില്ല. നമുക്കിനി ഇതിനെ സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ സ്പെഷ്യൽ ബീഫ് ഫ്രൈ ഇവിടെ സെർവ് ചെയ്യാനായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇത് വൈറ്റ് റൈസിനൊപ്പം കപ്പയ്ക്കും അതുപോലെ തന്നെ ചപ്പാത്തിക്കൊപ്പം എല്ലാം നല്ല കോമ്പിനേഷനാണ്. തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായെങ്കിൽ വീഡിയോയുടെ ലിങ്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാൻ മറക്കരുത്. താങ്ക്